നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് എന്ത് റീഡ് ചെയ്യാം നമുക്ക് നോക്കാം. മൂവിങ് ഓൺ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഓപ്ഷനാണോ? അതായത് അവർക്ക് നിങ്ങളെ വിട്ട് മൂവ് ഓൺ ചെയ്ത് പോകാൻ സാധ്യമാണോ? നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോയാൽ അവരെന്ത് ചെയ്യും എന്നൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് കേട്ടോ. അവരുടെ മനസ്സിൽ എന്താണ്? ഈ റിലേഷൻഷിപ്പിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനാണോ, അതോ മൂവ് ഓൺ ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു തോട്ട് അവരുടെ മനസ്സിൽ വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കിയാലോ, അല്ലേ? ഓർക്കുക, അതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് കേട്ടോ. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്തു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ വേറെന്താ, റീഡിങ്ങിലേക്ക് പോയാലോ, അല്ലേ? ഇന്നെന്തോ ഒരു ഡിസ്ട്രാക്ഷൻ, മനസ്സിങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആവുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അറിയോ, അതൊരു എനർജി ഡൗൺ വരുമ്പോഴാണ് നമുക്ക് അങ്ങനത്തെ ഫീലിങ്സൊക്കെ വരിക. ലൈക്ക് ഡ്രെയിൻഡ് ആയതുപോലെ, ഭയങ്കര ക്ഷീണമായിട്ട്. ഇങ്ങനെ വീട്ടിലും വർക്ക് ഉണ്ടില്ല എന്നല്ല, വീട്ടിലത്തെ ജോലിയും റീഡിങ്ങും എല്ലാം കൂടിയിട്ട് അതിൻ്റെ ക്ഷീണവും ഉണ്ട്. മോക്ക് പരീക്ഷയാണ്, അതിൻ്റെ ഒരു സ്ട്രെസ് ഉണ്ട്. അത് എല്ലാം കൂടിയിട്ടായിരിക്കണം. പക്ഷേ അങ്ങനെ എനർജി ഡൗൺ വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ബ്ലാക്ക് ടോമിലിന് ടൈഗർ ഐയും എടുത്തിടും. അതിൻ്റെ എനർജി ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് പഠിക്കുന്ന കുട്ടികളുണ്ട്, അവരിതേപോലെ പഠിക്കുന്ന സ്ഥലത്തിരുന്ന് ഉറങ്ങുന്നു, ഡിസ്ട്രാക്റ്റഡായിട്ട് കാണിക്കുന്നു, എന്താ പറയുക, കോൺസെൻട്രേഷൻ ഇല്ലാതെ പെരുമാറുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ടേബിൾ എവിടെ ഇരുന്നാണോ പഠിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത് ആലം അറിയില്ലേ, ഫിറ്റ്കാരി എന്ന് ഹിന്ദിയിൽ പറയും. ആലം ഒരു കട്ട ഒരു പ്ലേറ്റിൽ എടുത്തങ്ങ് വെച്ചേക്കുക കേട്ടോ. ആലം യൂഷ്വലി നെഗറ്റീവ് എനർജീസിനൊക്കെ അബ്സോർബ് ചെയ്ത് കളയുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഞാൻ എൻ്റെ ടേബിളിലും വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഇതാണ് ആലം. ഓക്കെ, ഇതുപോലെ ഇരിക്കും, കൽക്കണ്ട കട്ട പോലെ ഇരിക്കും. ഓൺലൈനൊക്കെ അവൈലബിൾ ആണ് കേട്ടോ, എല്ലാ വെബ്സൈറ്റ്സിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇത് വാങ്ങിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. ആ നെഗറ്റീവ് എനർജി അതങ്ങ് അബ്സോർബ് ചെയ്ത് അത് ആഴ്ചയ്ക്ക് അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഈ ശനിയാഴ്ച വെക്കുന്നുണ്ട്, അടുത്ത ശനിയാഴ്ച അതിനെടുത്ത് കളഞ്ഞിട്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്യൂ കേട്ടോ. അതേപോലെ നിങ്ങളുടെ വീട്ടിൻ്റെ എൻട്രൻസിൽ നമ്മൾ ചവിട്ടിയിടില്ലേ, കാല് തുടയ്ക്കുന്ന ചവിട്ടി, ചവിട്ടിയുടെ അടിയിൽ ഇത് ഒന്നോ രണ്ടോ പൊട്ടിച്ചിട്ടിട്ടാൽ മതി. രണ്ടാക്കിയിട്ട് ചെറിയ പീസസ് ആയിട്ടും കിട്ടുമല്ലോ. ആ ചെറിയ പീസസ് ഇതിൻ്റെ ആ ചവിട്ടിയുടെ അടിയിലേക്ക് ഇട്ട് വെച്ചിരുന്ന നെഗറ്റീവ് എനർജീസ് ഒന്നും, നിങ്ങളുടെ കൺദൃഷ്ടി അതേപോലെ മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റി ഒന്നും, നമ്മുടെ വീട്ടിൽ ആരൊക്കെ വന്നു പോകുന്നു അല്ലേ, എല്ലാവരും നല്ല ഇൻറ്റൻഷൻസിൽ വരുന്നവരായിരിക്കില്ല. അപ്പോൾ ആ നെഗറ്റിവിറ്റിയൊക്കെ നിങ്ങളെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചവിട്ടിയുടെ അടിയിലേക്ക് ഒന്നോ രണ്ടോ കട്ട ആലം ഇട്ട് വെച്ചിരുന്നാൽ മതി. ഇത്ര വലിയ പീസ് വേണ്ട, കുഞ്ഞു പീസസ് ഇട്ടിരുന്നാൽ മതി കേട്ടോ. ആഴ്ചയിൽ ഒരിക്കൽ അതും ക്ലീൻ ചെയ്യുക, റീപ്ലേസ് ചെയ്യുക. അത് ചെയ്ത് നോക്കുക കേട്ടോ, വെരി എഫക്റ്റീവ് ആണേ. ഓക്കെ, അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത്? മൂവിങ് ഓൺ എന്ന് പറയുന്നത് അവരൊരു ഓപ്ഷനായിട്ട് വെക്കുന്നുണ്ടോ എന്ന് കാണിച്ചത്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ മൂവ് ഓൺ ചെയ്യാൻ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ, അതോ ആ റിലേഷൻഷിപ്പിൽ അവർ വളരെ ഫേമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. Queen of Wands, Temperance, Ten of Swords, Five of Swords, Ace of Cups, Death Rebirth, Four of Wands, Three of Cups, Queen of Cups, Page of Cups, Ten of Pentacles, Seven of Cups, Four of Cups. നിങ്ങളുടെ പേഴ്സൺ കുറച്ച് ഓവർ തിങ്കിങ് ഒക്കെ ഉള്ള വ്യക്തിയാണ് കേട്ടോ. ഓവർ തിങ്കിങ് ഉള്ള വ്യക്തിയായിട്ട് കാണുന്നു. ഇവരുടെ പ്രോബ്ലം എന്താ അറിയോ, ഇവരുടെ പെരുമാറ്റം കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഡൗട്ട് വരുന്നത്. ഇവർ മൂവ് ഓൺ ചെയ്ത് പോകുമോ,
നിങ്ങളിൽ അവർ ഇൻട്രസ്റ്റഡ് അല്ലയോ എന്നൊക്കെ തോന്നുന്നത് ഇവരുടെ ചില നേരത്തെ പെരുമാറ്റം കാണുമ്പോഴാണ്. ഇവർക്ക് വേറെ എന്തെങ്കിലും സ്ട്രെസ്സായിരിക്കും. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സൊന്നും ആയിരിക്കില്ല. വേറെ എന്തെങ്കിലും അവരുടെ ജോലിയിലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിട്ട് വഴക്കിട്ടതോ അവരുടെ വീട്ടിലുള്ള എന്തെങ്കിലും പ്രശ്നമോ എന്ത് ആണെങ്കിലും അത് വന്ന് നിങ്ങളുടെ അടുത്താണ് ആ ദേഷ്യം കാണിക്കുക. ഓക്കെ, പെട്ടെന്ന് നിങ്ങളുടെ നല്ലോണം സംസാരിച്ചുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് നോ കോണ്ടാക്റ്റിലേക്ക് പോവുക, 1-2 ദിവസം യാതൊരു മെസ്സേജസും നോക്കാതിരിക്കുക, റിപ്ലൈ ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെ ഇവർ ചെയ്യുന്നുണ്ടാവും. എന്നാൽ ഫ്രണ്ട്സിനൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ടാവും, മറ്റുള്ളവരുമായിട്ട് കോണ്ടാക്റ്റ് ഉള്ളതായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷെ നിങ്ങളുടെ അടുത്ത് കോണ്ടാക്റ്റ് ഇല്ലാത്തൊരവസ്ഥ അങ്ങനെ ഇവർ ചെയ്യാറുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ആയി പോകുന്നു. ഇതെന്താണ് ഇവരിങ്ങനെ കാണിക്കുന്നത്? ഗ്രാജ്വലി ഇവർ വിട്ടു പോകാനാണോ പ്ലാൻ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവുകയാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു റീഡിങ് എടുക്കേണ്ട ആവശ്യം വന്നത്. ഓക്കെ, പക്ഷേ അത് അവരുടെ ഒരു ബേസിക് ക്യാരക്ടറാണ് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ പഠിച്ചിരിക്കുന്നത്. കാരണം നിങ്ങൾ ഒരാളെ ഉള്ളൂ അവരുടെ ജീവിതത്തിൽ. എന്ത് വന്നാലും ഇവർ നിങ്ങളുടെ അടുത്ത് എന്ത് കാണിച്ചാലും നിങ്ങൾ വിട്ടുപോവില്ല എന്ന് ഉറപ്പുള്ള ഒരേ ഒരു വ്യക്തി, അവർക്ക് ഉറപ്പുള്ള ഒരേ ഒരു വ്യക്തി നിങ്ങളാണ്. മനസ്സിലായി? ഇവരെത്ര വിട്ടു നിന്നാലും 10 ദിവസം കഴിഞ്ഞ് അവർ തിരിച്ചു വന്നാൽ നിങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കുന്ന അവർക്കറിയാം. അപ്പോൾ ഈ സ്ട്രെസ്സൊക്കെ നിങ്ങളുടെ മേത്തേക്കാണ് ഇവർ ഇറക്കി വയ്ക്കുന്നത്. അതാണ് ഇവരുടെ ഒരു രീതി കേട്ടോ. ആക്ച്വലി ഇവരുടെ ഫ്രണ്ട്സ് പോലും മടുത്തിരിക്കുകയായിരിക്കും ഇവരുടെ അടുത്ത്. ഇവരുടെ ഈ സ്വഭാവം കാരണം ഇവരുടെ ഫ്രണ്ട്സ് പോലും മടുത്തിരിക്കുകയായിരുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, എന്ത് തന്നെ ആയാലും ഇവർക്ക് എന്ത് പ്രോബ്ലം വന്നാലും അൾട്ടിമേറ്റ്ലി അതിൻ്റെ സൊല്യൂഷൻ കാണാൻ നിങ്ങൾ തന്നെ വേണം അവർക്ക്. ഓക്കെ, ക്വീൻ ഓഫ് വോൺസ് വെച്ച് ഭയങ്കരമായ ഒരു അട്രാക്ഷൻ, സ്നേഹം, റെസ്പെക്റ്റ്, ചേർത്ത് നിർത്തൽ, ഇതെല്ലാം അവർക്ക് വേണം നിങ്ങളുടെ അടുത്ത് നിന്നും. ഓക്കെ, നിങ്ങളെ ഡിപ്പെൻഡൻ്റാണ് അവർ. നിങ്ങൾ ഇല്ലാതെ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ അവർക്ക് അറിയില്ല കേട്ടോ. ഒത്തിരി മനസ്സമാധാനം കിട്ടണമെങ്കിൽ അവസാനം ഈ വഴക്കും ഇതെല്ലാം ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് അവസാനം ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തന്നെയാണ് ഇവർ വരുന്നത്. ഓക്കെ, നിങ്ങൾ അവരുടെ ഒരു എന്താ പറയുക, ശാന്തി സമാധാനവും കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അവരെ എന്ത് പറഞ്ഞ് എങ്ങനെ ബാലൻസ് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. എന്ത് പറഞ്ഞാൽ അവർ എന്താ മാനസികമായിട്ട് ഓക്കെ ആവും, എങ്ങനെയാണ് അവരുടെ ദേഷ്യം ഹാൻഡിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരുടെ മൂഡ് സ്വിങ്സ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അവരുടെ പ്രോബ്ലംസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നെല്ലാം നിങ്ങൾക്കേ അറിയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഇവർ നിങ്ങളെ വളരെയധികം ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് കാണുന്നുണ്ട്. ഒരുപാട് സ്നേഹമാണ്. നിങ്ങളുടെ സ്നേഹം പൂർണ്ണമായും അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ അടുത്തും അതേ ലെവലിലുള്ളൊരു സ്നേഹം തന്നെയാണ്. എന്ത് വഴക്കിട്ട് നിന്നാലും അവർക്ക് അധികം അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അതൊന്ന് ക്ലോസ് ചെയ്തിട്ട് ആ ഒരു ഇഷ്യൂ അവിടെ ക്ലോസ് ചെയ്തിട്ട് അവർ റീയൂണിയന് വേണ്ടിയിട്ട് വരും. അങ്ങനെ തന്നെയാണ്. ഇതൊരു സൈക്കിൾ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. നിങ്ങളുമായിട്ടൊരു ന്യൂ പ്രപ്പോസൽ, ഒരു എന്താ പറയുക, നിങ്ങളുമായിട്ടൊരു വിവാഹം, ഒരു കുടുംബം, ഒരു പുതിയ ബിഗിനിങ്, അങ്ങനെയൊക്കെ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. അത് അവരവരുടെ വീട്ടുകാരോട്, എസ്പെഷ്യലി പാരൻസിനോട് അവർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അവരുടെ ഒരു കുടുംബം തന്നെയാണ്. ഇപ്പം തന്നെ അവരുടെ പാർട്ട്ണറാണ്. ഇപ്പം നിങ്ങൾ മൊത്തമുള്ള ജീവിതം അവർ സ്വപ്നം കാണുന്നു. അങ്ങനെ തന്നെയാണ് കേട്ടോ. പേജ് ഓഫ് കപ്സ് വെച്ചിട്ട് എന്നും നിങ്ങളുമായിട്ട് സംസാരിക്കണം. എന്തെങ്കിലും ഒരു മെസ്സേജ്, എന്തെങ്കിലുമൊക്കെ പ്രിറ്റൻഷൻ, നിങ്ങൾ പിണങ്ങിയിരുന്നാൽ പോലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരു മെസ്സേജ് ഇട്ട് അവർ ട്രിഗർ ചെയ്യും. ഓക്കെ, കാരണം നിങ്ങൾ ഇമോഷണലാണ്. നിങ്ങൾ അവരെ പ്രതി ഇമോഷണലി ഭയങ്കര എന്താ പറയുക, സോഫ്റ്റാണ് എന്ന് അവർക്കറിയാം. ഇമോഷണലി വളരെ സോഫ്റ്റാണെന്ന് അവർക്കറിയാവുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവർ നിങ്ങൾക്ക് മെസ്സേജിൽ നിങ്ങൾ റിപ്ലൈ അയക്കുകയും ചെയ്യും. ചിലപ്പോൾ എന്താ പറയുക, ജോലി സംബന്ധമായിട്ട് വല്ല കാര്യമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ബന്ധമില്ലാത്തൊരു കാര്യം, അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ടൊരു മെസ്സേജ് ഇടും പോലെ, ഇന്ന കാര്യം കണ്ടായിരുന്നു, അതിൻ്റെ എന്താണ് അതിനെ പറ്റിയിട്ട് അഭിപ്രായം എന്നൊക്കെ ചോദിച്ചിട്ട് ചുമ്മാ എങ്കിലും ഒരു മെസ്സേജ് അയക്കും, നിങ്ങളെ ഒന്ന് കൺവേഴ്സ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം നിങ്ങൾ അവരുടെ അടുത്ത് ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആണെന്ന് അവർക്കറിയാം. നിങ്ങൾ സോഫ്റ്റാണ് അവരുടെ അടുത്ത്. അവർ വിഷമിച്ചിരിക്കുന്നതോ പിണങ്ങിയിരിക്കുന്നതോ ഒന്നും നിങ്ങൾക്ക് സഹിക്കില്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ടറിയാം. അവർക്കും ഭയങ്കര മിസ്സിങ് എനർജി തന്നെയാണ് കേട്ടോ. നിങ്ങളുടെ അടുത്ത് പിണങ്ങിയിരിക്കാനോ അധിക ദിവസം മിണ്ടാതിരിക്കാനോ ഒന്നും അവർക്ക് സാധിക്കില്ല.
പോകും വരും അങ്ങനെ തന്നെയാണ്. പൂർണ്ണമായും വിട്ടു പോകാനൊന്നും നിങ്ങളുടെ പേഴ്സണ് സാധിക്കില്ല എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഇവിടെ മൂവിങ് ഓൺ എന്നുള്ളൊരു കാര്യമൊന്നും അവർ ചിന്തിക്കുന്നില്ല. കാരണം ഈ ഞാൻ പറഞ്ഞില്ല, അവരുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കാണണേ നിങ്ങൾ വേണം. നിങ്ങളെയാണ് അവർ ഇമോഷണലി മെൻ്റലി എല്ലാം ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന. കാരണം സ്നേഹമുണ്ട്, സ്നേഹമായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, വീണ്ടും നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവർ ശ്രദ്ധിക്കാറുണ്ടെന്ന് കാണുന്നു കേട്ടോ. നിങ്ങൾ സേഫായിട്ടിരിക്കണം, നിങ്ങളെ പ്രതി ഒരു പ്രൊട്ടക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വേറെ ബോട്ട്സ് കാര്യങ്ങളെല്ലാം തന്നെ ഇവർ വളരെ സ്ട്രോങ് ആയിട്ട് ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ആരോട് സംസാരിക്കുന്നതൊക്കെ കണ്ടാൽ എന്താണ് സംസാരിച്ചതെന്ന് ഇവർ ഇമ്മീഡിയറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ ഒരു പ്രൊട്ടക്റ്റീവ് ഫീലിങ്ങും അവർ നിങ്ങൾക്ക് വേണ്ടി കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത് പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്ന് തന്നെ അവർക്ക് തോന്നാറുണ്ട്. ഓക്കെ, നിങ്ങളെ കണ്ട പാടെ അവർക്കൊരു ആത്മബന്ധം തോന്നിയിരുന്നു നിങ്ങളുമായിട്ട്. നേരത്തെ അറിയാം ഇവരെ എന്ന് നമുക്കൊരു ഫീലിംഗ് വരില്ലേ, അങ്ങനെ ഒരു ഫീലിംഗ് അവർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. ഇവരുടെ ഡെയിലി പ്രാർത്ഥനകളിൽ നിങ്ങളും ഇൻക്ലൂഡഡ് ആണ് എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ അവർക്കൊരു ഒബ്സഷൻ പോലെയാണ്. എന്നുവെച്ചാൽ നിങ്ങളുടെ ചിന്തകൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടേയിരിക്കും ഇവരുടെ മനസ്സിൽ. ആ ചിന്ത നിർത്താൻ പറ്റാത്തൊരവസ്ഥയാണ്. നിങ്ങൾ വിട്ടുപോകുന്ന കാര്യമൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെയാണ്. ഇവർ ഭയങ്കര സ്ട്രെസ്ഡായിട്ട് അവർ പിണങ്ങിയിരിക്കും, പക്ഷെ നിങ്ങൾ പിണങ്ങിയിരിക്കുന്നു എന്ന് അവർക്ക് സഹിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ. ഇവർ ദേഷ്യപ്പെടുക, അങ്ങനെ നിങ്ങൾ പിണങ്ങിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവരുടെ റിയാക്ഷനൊക്കെ ഭയങ്കര രൂക്ഷമായിട്ടായിരിക്കും. അവർക്ക് പറ്റില്ല നിങ്ങളുടെ അടുത്ത് അങ്ങനെ നിങ്ങൾ പിണങ്ങിയിരിക്കുന്ന അവർക്ക് പറ്റില്ല. ഓക്കെ, ഒരിക്കലും അവരൊരു മൂവിങ് ഓൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവരുടെ മനസ്സിൽ പോലും വന്നിട്ടില്ല. കാരണം 2 ഓഫ് കപ്സ് ആണ്, പരസ്പര സ്നേഹമായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് അനിശ്ചിതകാലം ഇങ്ങനെ ജീവിതാന്ത്യം വരെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. കാരണം നിങ്ങൾ അവരുടെ ലൈഫിലുള്ള ലക്കി ചാമാണെന്ന് അവർ കരുതുന്നു. നിങ്ങൾ വന്നതിന് ശേഷം അവർക്ക് ലൈഫിൽ നടന്നതെല്ലാം നല്ലതാണ്. ഓക്കെ, സ്റ്റക്കായി നിന്ന കാര്യങ്ങൾ മുന്നോട്ട് പോയി കാണും. ഓക്കെ, എല്ലാ രീതിയിലും ഒരു എന്താ പറയുക, പോസിറ്റിവിറ്റി നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് കാണുന്നു. നിങ്ങളുടെ പ്രസൻസ് തന്നെ അവർക്കൊരു ഹാപ്പിനെസ് കൊടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് കേട്ടോ. ഏറ്റവും ഹാപ്പി ആയിട്ടാണ് അവർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാറും. അവർ വിഷമിച്ച് വന്നാൽ പോലും നിങ്ങൾ അവരെ സന്തോഷിപ്പിച്ച് ചിരിപ്പിച്ച് അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ആക്കിയിട്ടാണ് നിങ്ങൾ വിടുക. അതുകൊണ്ട് തന്നെ നിങ്ങളെ പ്രതി അവർ ഭയങ്കരമായിട്ട് ഒരു ക്ലിങ്ങി ഫീലിംഗ് ആണ്. നിങ്ങളെ വിട്ട് കളയാൻ പറ്റില്ല എന്നുള്ളൊരു ഫീലിംഗ്. സ്നേഹം, അട്രാക്ഷൻ എല്ലാം തന്നെ അവർ ഫീൽ ചെയ്യാറുണ്ട് നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ അവരുടേതാണ്, അവരുടെ മാത്രമാണ് എന്നുള്ളൊരു രീതിയിലും പറഞ്ഞില്ലേ. പൊസസീവ്നെസ് ഭയങ്കരമായിട്ട്, പൊസസീവ്നെസ് മാത്രമല്ല പ്രൊട്ടക്റ്റീവ്നെസ്സും ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഏറ്റവും പ്രൊട്ടക്റ്റഡായിട്ട് നിങ്ങളെങ്ങനെ ശ്രദ്ധിക്കേണ്ട ഒരു വ്യക്തിയാണ് എന്ന് കുറച്ചൊക്കെ ഇവർ ഓവർ പൊസസീവ്നെസ്സും കാണിക്കാറുണ്ടായിരിക്കും. നിങ്ങൾ വേറെ ആരോടെങ്കിലും സംസാരിക്കുന്നതോ നിങ്ങളുടെ പിക്ചേഴ്സ് എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യുന്നതോ അതൊന്നും ഇവർക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ചൊരു ഒബ്സസീവ് കൈൻഡ് ഓഫ് ലവ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു എംപ്രസ്സാണ്. ഒരിക്കലും നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻറ്റ് അവർക്ക് സാധിക്കില്ല. നിങ്ങൾ കൊടുക്കുന്ന കെയർ, ധൈര്യം, സ്നേഹം, പ്രൊട്ടക്ഷൻ, പിന്നെ നിങ്ങളെ കാണാനും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഫിസിക്കലി, മെൻ്റലി, എല്ലാ രീതിയിലും, ഇമോഷണലി എല്ലാ രീതിയിലും അവർ നിങ്ങളുമായിട്ട് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആണ് എന്ന് തന്നെയാണ് എനിക്കിവിടെ കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പറയും, നിങ്ങളുടെ പേഴ്സണ് മൂവിങ് ഓൺ എന്ന് പറയുന്നതൊന്നും ഒരു ഓപ്ഷനേ അല്ല. അങ്ങനെ അവരുടെ വിദൂരതമായ സ്വപ്നത്തിൽ പോലും അവർ നിങ്ങളെ വിട്ട് കളയണമെന്നോ വിട്ടു പോകണമെന്നോ ഒന്നും അവർ ചിന്തിച്ചിട്ടില്ല. പിന്നെ ഈ ഓൺ ആൻഡ് ഓഫിൽ നിങ്ങളെ ഇടുന്നതൊക്കെ അത് അവരുടെ ഒരു ബേസിക് നേച്ചറാണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ അവർക്കായിട്ട് എന്നും ഉണ്ട്, നിങ്ങൾ അവരെ വിട്ടെങ്ങും പോകുന്നില്ല എന്നവർക്ക് ഉറപ്പായിട്ട് അറിയാം. അപ്പോൾ ഇവരുടെ ഈ ഭ്രാന്തൊക്കെ ആരോടെ കാണിക്കാൻ പറ്റുക? നിങ്ങളോട് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. കാര്യം വേറെ ആരും ഈ ഒരു ഭ്രാന്ത് സഹിച്ച് കൂടെ നിൽക്കില്ല നിങ്ങളല്ലാതെ. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. ഒരിക്കലും മൂവിങ് ഓൺ ഒന്നും അവർ ആലോചിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എത്രയും മതി അല്ലേ. റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഓക്കെ,
വേറെന്താണ്, ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ലൈക്ക് ചെയ്താലേ ഹൈപ്പിൻ്റെ ഓപ്ഷൻ വരുള്ളൂ കേട്ടോ. വേറെ ഒന്നുമില്ല. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്തോളൂ. റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം സഹായിച്ചാൽ ഇന്ന് നമ്മളുടെ ചാനലിൽ 23,000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇന്ന് കംപ്ലീറ്റ് ആവും എന്നുള്ള ഹോപ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് കർക്കിടക മാസമാണ്. അപ്പോൾ ചിലർക്കെങ്കിലും പൂജകൾ അങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടാവുമല്ലോ. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തുണ്ട്. ഓക്കെ, പുള്ളി പൂജകളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഞാനൊന്ന് ഇതിൽ ടാഗ് ചെയ്ത് ഇട്ടേക്കാം. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഒരിക്കലും അല്ല. ഇതെനിക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് എനിക്ക് വേണ്ടി പൂജകൾ ചെയ്യുന്ന വ്യക്തിയാണ്. ഓക്കെ, എൻ്റെ സുഹൃത്തിൻ്റെ ഹസ്ബൻഡും കൂടെയാണ്. അവരെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരിപ്പോൾ റെഗുലറായിട്ട് ഈ ഒരു കർക്കിടക മാസം മുഴുവൻ ചിങ്ങം തുടങ്ങും വരെ എല്ലാ ദിവസവും രാവിലെ ഗണപതി ഹോമവും വൈകുന്നേരം ഭഗവതി സേവയും ചെയ്യുന്നുണ്ട് അവരുടെ വീട്ടിൽ തന്നെ. അവർ പേഴ്സണലി ഒരുപാട് പേര് അവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഡെയിലി അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം നിങ്ങൾ അവരെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ഇനിയത്തെ ഈ ഒരു മാസം നിങ്ങളുടെ പേരുകൾ 2 പൂജയിലും ഉൾപ്പെടുത്തും. അതിന് അവരൊരു സ്പെസിഫിക് എമൗണ്ട് അങ്ങനെ എനിക്കറിയില്ല, അതൊന്ന് നേരിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ 15 ദിവസമെങ്കിൽ 15 ദിവസം രാവിലെയും വൈകിട്ടും പേരുകൾ പൂജയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ചാർജസ് എത്രയെന്നുള്ളത് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തേക്കാം. അവരെ തന്നെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തൊന്ന് ചോദിച്ചോളൂ, ആവശ്യമുള്ളവർ തീർച്ചയായും. അല്ലാതെ തന്നെ പേഴ്സണൽ പൂജകളും അവർ ചെയ്യാറുണ്ട് കേട്ടോ. പേഴ്സണലി നിങ്ങൾക്കായിട്ട് ഗണപതി ഹോമം അല്ലെങ്കിൽ നാരായണ പൂജ, അങ്ങനെ പേഴ്സണൽ വിഷ്ണു പൂജ അങ്ങനെയൊക്കെ നമ്മൾ സ്പെസിഫിക്കലി ചെയ്യിക്കുമല്ലോ, അതിനും അവർ ചെയ്തു കൊടുക്കാറുണ്ട്. സ്പെസിഫിക്കലി ഉള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള പേഴ്സണലി ചെയ്യാനുള്ളതും ചെയ്തു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. ചിലർക്ക് അവരവരുടെ വീട്ടിൽ ചെയ്യാൻ സൗകര്യം ഉണ്ടാവില്ല, അപ്പോൾ അവരുടെ വീട്ടിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരിക്കലും ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ. എൻ്റെ ഒരു സുഹൃത്താണ്, ആ സുഹൃത്തിന് വേണ്ടി അവർ ചെയ്യുന്നൊരു സർവീസ് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, നമ്പർ ഞാൻ കൊടുത്തേക്കാം, കോണ്ടാക്റ്റ് ചെയ്തോളൂ, വാട്സാപ്പ് ചെയ്തോളൂ, അല്ലെങ്കിൽ കോൾ ചെയ്ത് സംസാരിച്ചോളൂ കേട്ടോ. അതിൻ്റെ ഒരു ബ്രോഷറുണ്ട്, അത് ഞാൻ ഇട്ടേക്കാം കർക്കിടക പൂജയുടെ. അതോടൊപ്പം അവരുടെ നമ്പർ ഞാൻ ടാഗ് ചെയ്തിട്ടേക്കാം കേട്ടോ. അദ്ദേഹത്തിൻ്റെ പേര് വികാസ് വാസുദേവൻ എന്നാണ്. മണലിക്കര മഠം എന്ന് പറഞ്ഞത് തിരുവനന്തപുരത്താണ് അവർ ബേസ്ഡ് കേട്ടോ. അപ്പം ഞാൻ ആ ബ്രോഷർ ഒന്ന് ടാഗ് ചെയ്തിട്ടേക്കാം. ഓക്കെ, അപ്പോൾ വേറൊന്നുമില്ല. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.